Hello friends, welcome to Online Mathematics Cafe. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഡെസിമൽസിലെ ഒരു പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഏതാണ് നമുക്ക് നോക്കാം. 0.1 divided by 0.01 plus 0.01 divided by 0.001 plus 0.001 divided by 0.0001 plus 0.001 divided by 0.00001. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഇതിന് ഓരോ ടേം ആയിട്ട് എന്ത് ചെയ്യാം. ഇവിടെ മൊത്തം 4 ടേംസ് ഉണ്ട് അല്ലെ, 1 2 3 4. ഈ 4 ടേം ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും എന്നാണ് ചോദ്യം. അപ്പൊ ഓരോ ടേം ആയിട്ട് എടുത്തിട്ട് അതിന്റെ വാല്യൂ എന്താ വരുന്നതെന്നൊന്ന് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് ഡെസിമൽ ഫ്രാക്ഷൻ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ 0.1 ഡിവൈഡഡ് ബൈ 0.01 ആണ്. ഇവിടെ നോക്കിക്കേ, നമ്മൾ സാധാരണ ചെയ്യുമ്പോലെ ഇങ്ങനെ വരുന്ന കേസിൽ എന്ത് ചെയ്യണം, പോയിന്റ് ഇല്ലാതെ ആദ്യം എടുത്തെഴുതുക. അപ്പം ന്യൂമറേറ്ററിൽ പോയിന്റ് ഇല്ല എന്ന് വിചാരിക്കുക. ഇവിടെ പോയിന്റ് ഇല്ല എന്നെങ്കിൽ ഇത് ഏത് നമ്പർ ആവും? 0 1 എന്ന് വെച്ചാൽ 1 തന്നെയല്ലേ. അതുപോലെ താഴത്തത് പോയിന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് നമ്പർ ആവും? 001 എന്ന് വരും. ദാറ്റ് മീൻസ് 1 തന്നെയാണ്. അപ്പൊ 1/1 ആണ് പോയിന്റ് ഇല്ല നമ്മൾ ഈ ഡെസിമൽ ഫ്രാക്ഷനെ എഴുതിയാൽ കിട്ടുന്നത്. ഇനി ഇവിടെ വരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുക, ഡെസിമൽ പ്ലേസസ് കൗണ്ട് ചെയ്യുക. ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും ഡെസിമൽ പ്ലേസ് ആദ്യം കൗണ്ട് ചെയ്യുക. അപ്പൊ ന്യൂമറേറ്ററിൽ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? ഒരേ ഒരു പ്ലേസേ ഉള്ളൂ അല്ലെ, ഒരേ ഒരു ഡിജിറ്റ് ഡെസിമൽ പ്ലേസിൽ വരുന്നുള്ളൂ. സോ 1. ഇനി ഡിനോമിനേറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ 1 2 രണ്ടെണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഡെസിമൽ പ്ലേസ് ഡിനോമിനേറ്ററിൽ 2ഉം ന്യൂമറേറ്ററിൽ 1ഉം ആണ്. ഡിഫറൻസ് എത്രയാണ് ഇവർ തമ്മിൽ? 1 അല്ലേ. 1 എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് നമ്പർ എടുക്കണം? ഒരു 0 ഉള്ള 10ന്റെ പവർ. ഒരു 0 ഉള്ള 10ന്റെ പവർ ഏത് തന്നെയാണ്? 10 തന്നെയാണ് അല്ലെ. 2 0 ഉള്ള 10ന്റെ പവർ ഏതാ? 100 ആണ്. 3 0 ഉള്ള 10ന്റെ പവർ എന്ന് പറഞ്ഞാൽ 1000. 10ന്റെ പവർ മീൻസ് 10 സ്ക്വയർ, 10 സ്ക്വയർ 10 ക്യൂബ്. അതാണ് 10ന്റെ പവർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു ഒന്നാണ് ഡിഫറൻസ് ആയിട്ട് വരുന്നത് അല്ലേ, മേളിലും താഴെയും നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 0 ഉള്ള 10ന്റെ പവർ എടുക്കുക, ദാറ്റ് ഈസ് 10 എടുക്കുക. ആ 10 നമ്മൾ ഇനി എവിടെ മൾട്ടിപ്ലൈ ചെയ്യും? ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണോ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണോ? അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ഡെസിമൽ പ്ലേസ് എവിടെയാണോ ഉള്ളത് അവിടെ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. ഈ കേസിൽ ന്യൂമറേറ്ററിലാണ് ചെറിയ ഡെസിമൽ പ്ലേസ് ഉള്ളത് അല്ലെ, ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ ന്യൂമറേറ്ററിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? 10 മൾട്ടിപ്ലൈ ചെയ്യാൻ. സോ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 1 × 10 10 ഡിവൈഡഡ് ബൈ 1 ആയാലും ആൻസർ എന്ത് തന്നെയാണ്? 10 തന്നെയാണ്. ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് ബാക്കിയുള്ള ഡെസിമൽ ഫ്രാക്ഷൻസിലും ചെയ്യുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നോക്കിക്കേ, നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം, എടുത്തെഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പോയിന്റ് ഇല്ലാതെ ഇത് എഴുതി കഴിഞ്ഞാൽ 1/1 തന്നെയല്ലേ വരുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ. ഇനി എവിടെ മൾട്ടിപ്ലൈ ചെയ്യണമെന്നുള്ളത് നോക്കിക്കേ. ന്യൂമറേറ്ററിൽ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 1 2. ഡിനോമിനേറ്റർ നോക്കിക്കഴിഞ്ഞാൽ 3. ഡിഫറൻസ് എത്രയാ? 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു 10 ചെയ്യണം അല്ലെ. ദാറ്റ് മീൻസ് ഇവിടെ എന്ത് കിട്ടും? ആൻസർ 10 എന്ന് കിട്ടും. അതേ സെയിം സംഭവം തന്നെയാണ് അടുത്ത ഡെസിമൽ ഫ്രാക്ഷനിലും വരുന്നത്. ഇവിടെയും 1/1 തന്നെയാണ് വരുന്നത് പോയിന്റ് ഇല്ലെങ്കിൽ. പിന്നെ എത്ര ഡെസിമൽ പ്ലേസ് കൗണ്ട് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ 3 വരും, ഡിനോമിനേറ്ററിലാണെങ്കിൽ ഒന്നുകൂടി 4 വരും. അപ്പൊ വ്യത്യാസം 1 ആണ്. അപ്പൊ ഇൻറ്റു 10 ന്യൂമറേറ്ററിൽ ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ 10. അടുത്തതിലും ലാസ്റ്റത്തിലും അത് തന്നെയാണ്. 1/1 എന്ന് കിട്ടും പോയിന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ. ന്യൂമറേറ്ററിൽ ഡെസിമൽ പ്ലേസസ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 എന്നും കിട്ടും. ഡിനോമിനേറ്ററിലാണെങ്കിൽ അത് എത്രയാവും? 5 അല്ലെ. 1 2 3 4 5. ഡിഫറൻസ് എത്രയാണ്? 1 ആയതുകൊണ്ട് ഒരു 0 ഉള്ള 10ന്റെ പവർ, ദാറ്റ് ഈസ് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ആൻസർ അവിടെ എന്ത് തന്നെ കിട്ടും? 10 തന്നെ കിട്ടും. അപ്പോൾ എല്ലാ കേസിലും നമുക്ക് വാല്യൂ എന്താ കിട്ടുന്നത്? 10 ആണ് കിട്ടുന്നത് അല്ലെ. സോ ആൻസർ എന്ത് വരും? 10 + 10 + 10 + 10. ദാറ്റ് ഈസ് 4 പ്രാവശ്യം 10 ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 4 × 10 അല്ലേ. ദാറ്റ് ഈസ് ആൻസർ എന്ത് കിട്ടും? 40. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരവായിട്ട് വരിക. അപ്പോൾ ഒരെണ്ണം ചെയ്യുന്ന രീതി മനസ്സിലാക്കുക, എന്നിട്ട് ബാക്കിയുള്ളത് സ്റ്റെപ്പ് എഴുതി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് ഉത്തരം എത്തണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ തന്നെ അങ്ങ് ചെയ്ത് ആൻസറിലോട്ട് എത്തിയാൽ മതി. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ അല്ലേ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തെടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.